Hey all, welcome to Rise Up Daily Answer Writing Club. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഡിസ്ക്രൈബ് ദ വേരിയസ് കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ലാൻഡ്സ്ലൈഡ്. മെൻഷൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്സ് ഓഫ് നാഷണൽ ലാൻഡ്സ്ലൈഡ് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കോസസ് ആൻഡ് എഫക്റ്റ് ഓഫ് ലാൻഡ്സ്ലൈഡ്സും പിന്നെ കോമ്പണൻറ്റ്സ് ഓഫ് നാഷണൽ ലാൻഡ്സ്ലൈഡ് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സബ്സ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താവും, ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവും. സോ നമുക്ക് ഇൻട്രോയിൽ എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് വേണം, ഇൻട്രോ വേണം, കോസസ് വേണം, എഫക്റ്റ് വേണം, ദെൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്സ് ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഇതും മെൻഷൻ ചെയ്യണം. ഇങ്ങനെ ദെൻ കൺക്ലൂഡ്. ക്വസ്റ്റ്യൻ്റെ കോർ പാർട്ടിൽ ഈ 3 പാർട്ടുമാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ ഇൻട്രോയിൽ നമുക്ക് ലാൻഡ്സ്ലൈഡ് എന്താണെന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ലാൻഡ്സ്ലൈഡ്സ് ആർ ടൈപ്സ് ഓഫ് mass wasting that denotes downward and outward movement of slope forming materials like rock, soil, artificial fill or a combination of this. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു വൾണറബിലിറ്റി പെർസെൻറ്റേജ് പറഞ്ഞിട്ട് ഫോർ ഇന്ത്യ ഇറ്റ് ഹാസ് നിയർലി 15% ഓഫ് ലാൻഡ് മാസ് ലാൻഡ്സ്ലൈഡ് പ്രോൺ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇൻട്രോയും കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സ് ഇൻട്രോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. റീസെൻ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ഒരു ലാൻഡ്സ്ലൈഡ് മെൻഷൻ ചെയ്താലും യുവർ ഇൻട്രോ വിൽ ബി വാലിഡ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഒരു മാപ്പ് കൊടുക്കണം. ലാൻഡ്സ്ലൈഡ് വൾണറബിലിറ്റീനെ ഏറ്റവും വൾണറബിൾ ഏതാണ്, ഈ ഹിമാലയൻ റീജിയനാണ്. ദെൻ വെസ്റ്റേൺ ഗാറ്റ്സ് റീജിയനും അത്യാവശ്യം വൾണറബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പ് കൊടുക്കാം. ഓക്കെ, ദെൻ കോഴ്സസ് ചോദിച്ചിട്ടുണ്ട്. ഈ കോഴ്സസിനെ നമുക്ക് സബ്സ്ട്രക്ചർ ചെയ്യാം. എങ്ങനെ, ജിയോളജിക്കൽ പറിക്കാം, ജിയോളജിക്കൽ ഫാക്ടേഴ്സ്, ദെൻ ജിയോമോർഫോളജിക്കൽ ഫാക്ടേഴ്സ്, ഹൈഡ്രോളജിക് ഫാക്ടേഴ്സ്, ദെൻ കം ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ്. ഇങ്ങനെ സബ്സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ക്വാളിറ്റി എന്താവും, വേറൊരു ലെവലിലേക്ക് മാറും. ഓക്കെ, സോ എന്താ പറയുന്നത്, കോസസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഇൻട്രോ കഴിഞ്ഞു, ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ഹിറ്റ് ചെയ്യാൻ പോവാണ്. കോസസ്. ലാൻഡ്സ്ലൈഡ്സ് ആർ ജനറലി കോസ്ഡ് ബൈ സിംഗിൾ ഫാക്ടർ but are typically result of combination of predisposing, preparatory and triggering factors. റയർലി ആണ് സിംഗിൾ ഫാക്ടർ കാരണം ഉണ്ടാകുന്നത്, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞത്. Then first one is we are going to discuss geological factors. Geological factors like weak materials, unconsolidated or weak rock എന്ത് ചെയ്യും, ലാൻഡ്സ്ലൈഡിന് കാരണമാവും. സോ എക്സാമ്പിളായിട്ട് ജോഷിമത്ത് ഉത്തരാഖണ്ഡിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാൻ കാരണം എന്താണ്, ഈ ഒരു കൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് ലൈക്ക് സെൻസിറ്റീവ് ക്ലേയുടെ പ്രസൻസ് ആണ്. ദെൻ കംസ് ജിയോളജിക്കൽ ഫാക്ടേഴ്സ്, ബെഡിങ് പ്ലെയിൻസ്, ജോയിൻസ്, ഫോൾസ്, ഫോളിയേഷൻ, ഡിപ്പെൻസ് ലാൻഡ് ടുവേർഡ്സ് വാല്യൂ ഓർ ഫേസ്, ഫ്രീ ഫേസ് എന്ത് ചെയ്യും, ലാൻഡ്സ്ലൈഡിന് കാരണമാവും. ഫോൾട്ട്, ജോയിൻസ്, ബെഡിങ് പ്ലെയിൻസ്, ഡിപ്പിംഗ് ടുവേർഡ്സ് വാല്യൂ ഒക്കെ എന്താണ്, അതിന് കാരണമാണ്. ദെൻ ഫിസിക്കൽ ആൻഡ് വെതറിംഗ് ആണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ വെതറിങ്ങും റോക്ക് സ്ട്രക്ചറിനെ വീക്കൻ ചെയ്യും. ലൈക്ക് കെമിക്കൽ വെതറിങ് ഇൻ വെസ്റ്റേൺ ഗാറ്റ്സ് ലാൻഡ്സ്ലൈഡ് സോയിൽ ഫോം അൺസ്റ്റേബിൾ സ്റ്റോപ്പ്. അത് കാരണം റീസെൻ്റായിട്ട് എന്തുണ്ടായിട്ടുണ്ട്, വയനാട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടുക്കി ലാൻഡ്സ്ലൈഡ് പറയാം. ഇതൊക്കെ നമുക്കവിടെ പറയാവുന്നതാണ്. ദെൻ മോർഫോളജിക്കൽ ഫാക്ടേഴ്സ്, സ്ലോപ്പിൻ്റെ ആംഗിള്. സ്റ്റീപ്പർ സ്ലോപ്പാണ് കൂടുതൽ സസെപ്റ്റിബിൾ. സ്റ്റീപ്പർ സ്ലോപ്പ് ആകുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ലാൻഡ്സ്ലൈഡ് പ്രോബ്ലം കമ്പയർഡ് ടു ജെൻലർ സ്ലോപ്പ് ഓഫ് ഹിമാലയാസ് ആൻഡ് വെസ്റ്റേൺ ഗാറ്റ്സ്. ദെൻ സ്പോർട്സ് വെജിറ്റേഷൻ ഫീൽഡ്സ് ടു ബൈൻഡ് സോയിൽ വിത്ത് റൂട്ട്സ് ആൻഡ് ഇൻറ്റർസെപ്റ്റ് റെയിൻഫാൾ. ഹിമാലയൻ റീജിയനിൽ ഡീഫോറസ്റ്റേഷൻ കാരണം ഹൈലി ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇറോഷൻ, അണ്ടർകട്ടിങ് സ്ലോപ്പ് ബൈ റിവേഴ്സ്, ഗ്ലേഷ്യേഴ്സ്, വേവ് ആക്ഷൻ, ഇറ്റ്സ് ആംഗിൾ ആൻഡ് റിമൂവ് സപ്പോർട്ട്. ഈ ഇറോഷൻ കാരണം അതിൻ്റെ ആ ഒരു സപ്പോർട്ട് പോയിട്ട് ലാൻഡ്സ്ലൈഡ് ഉണ്ടാവും. റിവേഴ്സ് ലൈക്ക് ഗംഗ, ബ്രഹ്മപുത്ര, അണ്ടർകട്ട് സ്ലോപ്സ്
coastal cliff and Kerala in coast. Rivers like Ganga, Brahmaputra undercut slots and coastal cliffs of Kerala and Maharashtra ഇവിടെ എന്തുണ്ട്, ഈ റിവേഴ്സിൻ്റെയും ഇതിൻ്റെ വേവ് ആക്ഷനും കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നുണ്ട്. ദെൻ human activities, excavation and cutting, unscientific cutting of slop for roads, railways and housing project ലാൻഡ്സ്ലൈഡിന് കാരണമുണ്ട്. ദെൻ ലോഡിങ്, weight to top of the slope through construction, building and dumping waste. മലയുടെ മുകളിൽ വെയിറ്റ് കൊണ്ട് ലോഡ് ചെയ്യുന്നത് പിന്നീട് ലാൻഡ്സ്ലൈഡിന് അതിൻ്റെ സസെപ്റ്റബിലിറ്റി കൂട്ടുന്നുണ്ട്. ദെൻ ഡിഫോറസ്റ്റേഷൻ, റിമൂവൽ ഓഫ് വെജിറ്റേഷൻ ഫോർ അഗ്രികൾച്ചർ ഓർ അർബനൈസേഷൻ. 2014 മാലിൻ ലാൻഡ്സ്ലൈഡ് ഇൻ പൂനെ ഈ ഡിഫോറസ്റ്റേഷൻ കാരണമാണെന്നാണ് പറയുന്നത്. ദെൻ ഇംപ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം, ലീക്കിംഗ് വാട്ടർ സപ്ലൈ ലൈൻസ്, septic tanks and inadequate surface drainage. 2023 landslide in Shimla was severely worsened by leaking water supply line and sewage system. Then mining and blasting, vibration from blasting and creation of unstable piles of waste can trigger failures like illegal quarrying of Aravallis caused landslide and due to severe weakening of hill slope. Hydrological factors എന്താണ്, poor water pressure, റൈസ് ഇൻ വാട്ടർ ടേബിൾ, ഇത് രണ്ടും ഹൈഡ്രോളജിക്കൽ ഫാക്ടേഴ്സാണ്. ഇനി ഇമ്മീഡിയറ്റ് ഇവൻറ്റ്സ് ആണ് പിന്നെ ഇതിനെ ട്രിഗർ ചെയ്യുന്നത്, ലൈക്ക് ഹെവി ആൻഡ് പ്രൊലോങ്ഡ് റെയിൻഫാൾ, ലൈക്ക് വയനാട് ചൂരൽമല ലാൻഡ്സ്ലൈഡ്, എർത്ത്ക്വേക്ക് കാരണം ലാൻഡ്സ്ലൈഡ് ഉണ്ടാവും. ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ ക്യാൻ ട്രിഗർ ലാൻഡ്സ്ലൈഡ് ത്രൂ എക്സ്പ്ലോസീവ് ഡെബ്രിസ്, മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് സീസ്മിക് ആക്ടിവിറ്റി, റാപ്പിഡ് സ്നോ മെൽറ്റ്, ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ് ഫ്ലഡ് പോലെ അതിൻ്റെ കൂടെ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൈറ്റ്നിങ് സ്ട്രൈക്ക്, ഇറോഷൻ ഓഫ് ടോ, ഈവൻ ലൗഡ് സൗണ്ട്സ് ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. ദെൻ എഫക്ട്സ് ഓഫ് ലാൻഡ്സ്ലൈഡ് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് ലൈഫ് ആൻഡ് ഇഞ്ചുറി, സഡൻ ഫാസ്റ്റ് മൂവിങ് ലാൻഡ്സ്ലൈഡ് എന്ത് ചെയ്യും, ലൈഫ് എൻ്റെ കമ്മ്യൂണിറ്റീനെ ബാധിക്കും. ലൈക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് പ്രകാരം 50% ഓഫ് ഇത് ലാൻഡ്സ്ലൈഡ് ആണ് 50% ഓഫ് ഡിസാസ്റ്റർ റിലേറ്റഡ് ഫെറ്റാലിറ്റീസ് ഇന്ത്യയിൽ കാരണമാവുന്നത്. പിന്നെ ഡാമേജ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചറൽ ലോസ് ഉണ്ടാകുന്നുണ്ട്. ബറിഡ് 50 hectares ഓഫ് ഫാം ലാൻഡ്, ഡിസ്ട്രോയിങ് പ്രൈമറി ലൈവ്ലിഹുഡ് ഇൻ മാലിൻ മഹാരാഷ്ട്ര. ദ ലോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ഫെർട്ടൈൽ സോയിൽ പോവും, ലാൻഡ് ഡിഗ്രേഡേഷൻ കുറയും, പിന്നെ അവിടുത്തെ മിനറൽ കമ്പോസിഷൻ തന്നെ മാറ്റിമറിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡിസ്റപ്ഷനാണ്. 2023 ഹിമാചൽ പ്രദേശ് ഈവൻ ഡാമേജ്ഡ് ഓവർ 15,000 ഹൗസ് ഹോൾഡ്, 1,200 റോഡ്സ്. ഇതുവഴി അവരുടെ കണക്ടിവിറ്റിയും അവരുടെ ലൈവ്ലിഹുഡും ഒക്കെ ലോസ് ആയിട്ടുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഐസൊലേഷൻ, ലാൻഡ്സ്ലൈഡ് ഉണ്ടായാൽ ആ ലാൻഡ്സ്ലൈഡിൻ്റെ ഒരു സൈഡിലേക്കുള്ള റീജിയനിൽ ഐസൊലേറ്റ് ആവപ്പെടാം, കാരണം അവിടേക്കുള്ള കണക്ടിവിറ്റി കുറയും. കണക്ടിവിറ്റി കുറയുന്ന കാരണം അവിടേക്കുള്ള ആ റീജിയൻ ഐസൊലേറ്റഡ് ആവാൻ കാരണമാവും. 2021 ഡൗളി ഗംഗ ഫ്ലാഷ് ഫ്ലഡ് ട്രിഗേർഡ് ബൈ ലാൻഡ് സ്ലൈഡ്സ്. ദെൻ എൻവയോൺമെൻറ്റൽ ഡാമേജ് ഉണ്ട്, 20,000+ മെട്രിക് ടൺ ആനുവലി റിവർ സിസ്റ്റത്തിലേക്ക് ഇതാവുന്നുണ്ട്. സോ അതെന്ത് പറ്റും, റിവേഴ്സിൻ്റെ ചാനലിൻ്റെ കോഴ്സ് ഓഫ് ഫ്ലോനെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രോമ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സിനൊക്കെ കാരണമാവുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് നാഷണൽ ലാൻഡ്സ്ലൈഡ് റിസ്ക്സ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. റെക്കഗ്നൈസിങ് ദ ഗ്രേവ് ത്രെഡ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഫോർമുലേറ്റഡ് ഈ NLRMs ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് നാഷണൽ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് ഡൊണേഷൻ മാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഏർലി വാർണിംഗ് സിസ്റ്റം ടു എക്സ്കവേഷൻ, ടൈംലി അലേർട്ട് ആൻഡ് ടു കമ്മ്യൂണിറ്റീസ് via SMS, sirens and all. Okay, so real time slot monitoring, predictive modeling, warning dissemination ഒക്കെ ഇതിൻ്റെ പാർട്ടാണ്. ദെൻ അവയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡർക്കും സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കും. ലാൻഡ്സ്ലൈഡ് സ്റ്റെബിലൈസേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്, എൻജിനീയേഴ്സ് ലോക്ക് ഫോർ എൻഹാൻസ്ഡ് സ്റ്റെബിലിറ്റി. ദെൻ ലാൻഡ്സ്ലൈഡ് മിറ്റിഗേഷനിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ത്രൂ മിറ്റിഗേഷൻ. ഓക്കെ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഫോർ പോളിസി ഫ്രെയിംവർക്ക്, establishing a clear hierarchy involved creating a national landslide risk management to coordinate agencies and mandate for all infrastructure product. ഇവിടെ എന്താ പ്രശ്നം,
ഇവിടെ ഒരുപാട് റീജിയൻസ്, ഒരുപാട് പാർട്ടീസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലിയർ ഹൈറാർക്കിയുടെ ലാക്ക് കാരണം മിറ്റിഗേഷൻ എഫേർട്ട് ഭയങ്കര സ്ലോ ആണ്. ഡിസ്ട്രിക്റ്റ് ഉണ്ട്, പഞ്ചായത്ത്സ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. സോ ഇവരെല്ലാം ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ്, മിനിമൈസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, എക്സിക്യൂഷൻ ഇൻവോൾവ് പ്രിപ്പയറിംഗ് ലോക്കൽ കണ്ടിജൻസി പ്ലാൻ, ട്രെയിനിങ് എക്യുപ്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. കൺക്ലൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡ്രസ്സിംഗ് ലാൻഡ് സ്ലൈഡ് റിസ്ക് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രിവെൻറ്റിംഗ് ഡിസാസ്റ്റർ ബട്ട് ഇസ് ഫണ്ടമെൻ്റൽ ടു എൻഷുർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് ഇന്ത്യാസ് വൈറ്റൽ ഫ്രജൈൽ ഹിമാലയൻ ആൻഡ് അതർ ജസ്റ്റ് ആ ഒരു ഡിസാസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യുന്നതിനേക്കാളും അവിടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ നമ്മുടെ ലാൻഡ് സ്ലൈഡ് റിസ്ക് റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് ഞാൻ ഒരുപാട് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ് മാത്രം മനസ്സിൽ വെച്ചിട്ട് ആൻസർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.